ലോകത്തെ ഏറ്റവും വലിയ സോഷ്യൽ നെറ്റ്വർക്കായ ഫേസ്ബുക്കിലെ ആയിരക്കണക്കിന് അംഗങ്ങളുടെ അഭ്യർത്ഥന അനുസരിച്ചാണ് സ്വാമി ഹിമവൽ ഭദ്രാനന്ദ കടുത്ത പനിയും നെഞ്ചുവേദനയും വകവയ്ക്കാതെ മുല്ലപ്പെരിയാറിനു വേണ്ടി ധ്യാനത്തിനായി ആലപ്പുഴ കടപ്പുറത്തെത്തിയത്. ലക്ഷക്കണക്കിന് ജനങ്ങളെ ബാധിക്കുന്ന മുല്ലപ്പെരിയാർ വിഷയം എത്രയും വേഗം പരിഹരിക്കാനും കേന്ദ്ര സംസ്ഥാന നേതാക്കൾക്ക് നല്ല ബുദ്ധി തോന്നിക്കാനുമായിരുന്നു ഹിമവൽ ഭദ്രാനന്ദയുടെ ധ്യാനം. ഇത് ബുദ്ധയുടെ ഒരു സിസ്റ്റമാണ്. അതായത് നമ്മൾ വാക്കുകൾ കുറയ്ക്കുക, പ്രവൃത്തികൾ കൂട്ടുക എന്നുള്ള ഒരു ഇതാണ്. ഇപ്പോൾ ചില ആൾക്കാരോട് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ ചെയ്തെന്ന് വരില്ല. അത് അവരുടെ ചിന്താധാരയുടെ നെഗറ്റീവ് ഇതുകൊണ്ടാണ്. അതേ സമയത്ത് പണ്ട് നമ്മുടെ ഋഷിവര്യന്മാർ ചെയ്തിരുന്ന ആ ഒരു മെത്തേഡാണ്. നമ്മൾക്ക് എവിടെയെങ്കിലും നമ്മൾ കുറച്ച് പേര് മെഡിറ്റേറ്റ് ചെയ്യുകയാണെങ്കിൽ, പോസിറ്റീവ് തോട്ട്സോടുകൂടി മെഡിറ്റേറ്റ് ചെയ്യുകയാണെങ്കിൽ ഏത് നെഗറ്റീവായിട്ടുള്ള ഒരു ഇതിനെയും പോസിറ്റീവ് ആക്കാൻ പറ്റും. ഒരു നെഗറ്റീവായിട്ടുള്ള ഒരാൾ നടുക്കിരുത്തിയിട്ട് ആ സർക്കിളിൻ്റെ ചുറ്റുവരുത്തി മെഡിറ്റേറ്റ് ചെയ്താൽ തോട്ട്സ് ട്വിസ്റ്റിംഗ് എന്ന പേരിൽ നടത്തിയ മെഡിറ്റേഷനിൽ വിദേശികളടക്കമുള്ളവർ പങ്കെടുത്തു. ഉപ്പുകാറ്റ് പോസിറ്റീവ് ചിന്തകൾ ഉണ്ടാക്കുമെന്നതിനാലാണ് ബീച്ച് ധ്യാനത്തിനുള്ള കേന്ദ്രമാക്കിയത്. മുല്ലപ്പെരിയാറിൽ വിള്ളലുണ്ടെന്നും ഡാം തകർന്നാൽ ലക്ഷക്കണക്കിന് ജീവൻ അപഹരിക്കപ്പെടാമെന്നും ഭദ്രാനന്ദ പ്രവചിച്ചിരുന്നു. എന്നാൽ എറണാകുളത്ത് പോലീസ് സ്റ്റേഷനിൽ വച്ചുണ്ടായ തോക്കുവിവാദത്തെ തുടർന്ന് പിന്നീട് ഭദ്രാനന്ദയിൽ നിന്ന് ഇത്തരം പ്രവചനങ്ങളും ഉണ്ടായില്ല. എന്തായാലും മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരളവും തമിഴ്നാടും തമ്മിൽ തല്ലാനുള്ള സാഹചര്യം ഉണ്ടാവരുതെന്ന പ്രാർത്ഥനയോടെ ധ്യാനം പൂർത്തിയാക്കിയാണ് ഹിമവൽ ഭദ്രാനന്ദ മടങ്ങിയത്. ക്യാമറമാൻ അനൂപ് ശിവദാസിനൊപ്പം അഭിലാഷപ്പു, ACV ന്യൂസ്, ആലപ്പുഴ.